ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആദ്യത്തെ ചോദ്യം, 1685 കേരളത്തിലെ ജൂതന്മാരുടെ ജീവിതത്തെക്കുറിച്ച് ഒരു പഠനം നടത്താൻ ആംസ്റ്റർഡാമിൽ നിന്നുള്ള ഒരു കൂട്ടം ജൂത പ്രതിനിധികൾ കേരളത്തിലെത്തി. അവർ അവരുടെ സർക്കാരിന് ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു. അത് കേരളത്തിലെ ജൂതന്മാരെക്കുറിച്ചുള്ള സാധുവായ ഉറവിടമായി കണക്കാക്കപ്പെടുന്നു. എത്തിയ സംഘത്തിൻ്റെ തലവൻ ആരായിരുന്നു? 1685 കേരളത്തിലെ ജൂതന്മാരുടെ ജീവിതത്തെക്കുറിച്ച് ഒരു പഠനം നടത്താൻ ആംസ്റ്റർഡാമിൽ നിന്നുള്ള ഒരു കൂട്ടം ജൂത പ്രതിനിധികൾ കേരളത്തിലെത്തി. അവർ അവരുടെ സർക്കാരിന് ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു. അത് കേരളത്തിലെ ജൂതന്മാരെക്കുറിച്ചുള്ള സാധുവായ ഉറവിടമായി കണക്കാക്കപ്പെടുന്നു. എത്തിയ സംഘത്തിൻ്റെ തലവൻ ആരായിരുന്നു? പെരേരെ ഡി പൈവ മോസസ്. കുരുമുളക് ഒഴികെ മറ്റെല്ലാ വ്യാപാര പ്രവർത്തനങ്ങളും മലബാറിലെ ജോയിന്റ് കമ്മീഷണർമാർ സൗജന്യമായി പ്രഖ്യാപിച്ചു. ആരായിരുന്നു കമ്മീഷണർമാർ? കുരുമുളക് ഒഴികെ മറ്റെല്ലാ വ്യാപാര പ്രവർത്തനങ്ങളും മലബാറിലെ ജോയിന്റ് കമ്മീഷണർമാർ സൗജന്യമായി പ്രഖ്യാപിച്ചു. ആരായിരുന്നു കമ്മീഷണർമാർ? 1 ജൊനാഥൻ ഡങ്കൻ, 2 ചാൾസ് ബോർഡൻ, 3 വില്യം ഗിഫ്റ്റ്, 4 ജെയിംസ് സ്റ്റീവൻസ്. ഉത്തരം 1ഉം 2ഉം ശരിയാണ്. 19-ാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂറിൽ നീതി നടപ്പാക്കുന്നതിനുള്ള ഇൻസുഫ് കച്ചറികൾ സ്ഥാപിക്കപ്പെട്ടു. തിരുവിതാംകൂറിൻ്റെ ജുഡീഷ്യറി ചരിത്രത്തിൽ ഇത്രയും സുപ്രധാനമായ ഒരു സംഭവ വികാസത്തിന് ഉത്തരവാദി ആരാണ്? 19-ാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂറിൽ നീതി നടപ്പാക്കുന്നതിനുള്ള ഇൻസുഫ് കച്ചറികൾ സ്ഥാപിക്കപ്പെട്ടു. തിരുവിതാംകൂറിൻ്റെ ജുഡീഷ്യറി ചരിത്രത്തിൽ ഇത്രയും സുപ്രധാനമായ ഒരു സംഭവ വികാസത്തിന് ഉത്തരവാദി ആരാണ്? ഉമ്മിണി തമ്പി. കേരളത്തിലെ ഏത് സാമൂഹിക പരിഷ്കർത്താവാണ് കുങ്കുമവും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നറിയപ്പെടുന്നത്? കേരളത്തിലെ ഏത് സാമൂഹിക പരിഷ്കർത്താവാണ് കുങ്കുമവും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്ന് അറിയപ്പെടുന്നത്? ചട്ടമ്പി സ്വാമികൾ. മിഷൻ ഇൻ്റഗ്രേറ്റഡ് ബയോ റിഫൈനറികളുടെ ഇന്നൊവേഷൻ റോഡ് മാപ്പ് ആരംഭിച്ച രാജ്യം? മിഷൻ ഇൻ്റഗ്രേറ്റഡ് ബയോ റിഫൈനറികളുടെ ഇന്നൊവേഷൻ റോഡ് മാപ്പ് ആരംഭിച്ച രാജ്യം? ഇന്ത്യ. മഹാശക്തികൾ തമ്മിലുള്ള പ്രതിരോധ ബന്ധം അർത്ഥമാക്കുന്നത്? മഹാശക്തികൾ തമ്മിലുള്ള പ്രതിരോധ ബന്ധം അർത്ഥമാക്കുന്നത്: 1 ഒരു ആക്രമണത്തിനെതിരെ തിരിച്ചടിക്കാനും യുദ്ധം ആരംഭിക്കാൻ ആർക്കും കഴിയാത്തത്ര നാശം വരുത്താനും ഇരുപക്ഷത്തിനും ശേഷിയുണ്ട്. 2 ഒരു ദശാബ്ദത്തിനുള്ളിൽ കരാറുകളിൽ ഒപ്പുവെച്ചുകൊണ്ട് സൂപ്പർ പവർ ആയുധ നിയന്ത്രണം നിലനിർത്തി. 3 യുദ്ധത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയും ഒരു യുദ്ധം അവസാനിപ്പിക്കാൻ സഹായിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു നയം. 4 ഇത് അങ്ങേയറ്റം സൗഹൃദപരമല്ലാത്ത അവസ്ഥയാണ്. ഉത്തരം 1 മാത്രമാണ് ശരി. ഭൂഗർഭജലത്തിൻ്റെ മണ്ണൊലിപ്പിൻ്റെ ഫലമായി രൂപപ്പെട്ട ഭൂപ്രകൃതി ഏതാണ്? ഭൂഗർഭജലത്തിൻ്റെ മണ്ണൊലിപ്പിൻ്റെ ഫലമായി രൂപപ്പെട്ട ഭൂപ്രകൃതി ഏതാണ്? 1 പോൾജെ, 2 ഡോളിൻ, 3 ഹുൺസ്, 4 ഡ്രഗ്സ്. ഉത്തരം 1, 2, 3 മാത്രം. കുറേഷ്യോ സമുദ്രത്തിൻ്റെ പ്രവാഹ വ്യവസ്ഥകളെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? കുറേഷ്യോ സമുദ്രത്തിൻ്റെ പ്രവാഹ വ്യവസ്ഥയെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? 1 അവ ഊഷ്മള സമുദ്ര പ്രവാഹങ്ങൾ ഉൾക്കൊള്ളുന്നു. 2 അവ ഫിലിപ്പീൻസ്, ജപ്പാൻ, ചൈന എന്നിവയുടെ തീരത്ത് ഒഴുകുന്നു.
3. വ്യാപാര കാറ്റിൽ നിന്നാണ് അവ ഊർജം നേടുന്നത്. 4. സുഷിമ കറന്റ് ഫോമസ് ഈ സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. ഉത്തരം മുകളിൽ പറഞ്ഞവയെല്ലാം. 15 കിലോമീറ്ററിൽ കൂടുതൽ പ്രധാന അരുവിയുടെ നീളമുള്ള എത്ര നദികൾ കേരളത്തിലുണ്ട്? 15 കിലോമീറ്ററിൽ കൂടുതൽ പ്രധാന അരുവിയുടെ നീളമുള്ള എത്ര നദികൾ കേരളത്തിലുണ്ട്? 44. കൊച്ചി വാട്ടർ മെട്രോ എത്ര ദ്വീപുകളെ ബന്ധിപ്പിക്കാൻ വിഭാവനം ചെയ്തിട്ടുണ്ട്? കൊച്ചി വാട്ടർ മെട്രോ എത്ര ദ്വീപുകളെ ബന്ധിപ്പിക്കാൻ വിഭാവനം ചെയ്തിട്ടുണ്ട്? 10. 4310 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സിക്കിമിലെ ഏത് പർവ്വതപാതയാണ് പുരാതന സിൽക്ക് റൂട്ടിൻ്റെ ഭാഗമാകുന്നത്? 4310 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സിക്കിമിലെ ഏത് പർവ്വതപാതയാണ് പുരാതന സിൽക്ക് റൂട്ടിൻ്റെ ഭാഗമാകുന്നത്? നാദുല. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലം ഈയിടെ ഇന്ത്യയിൽ നിർമ്മിക്കുന്നത് താഴെ പറയുന്ന ഏത് നദിയുടെ മുകളിലാണ്? ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലം ഈയിടെ ഇന്ത്യയിൽ നിർമ്മിക്കുന്നത് താഴെ പറയുന്ന ഏത് നദിയുടെ മുകളിലാണ്? ചെനാബ്. ഇന്ത്യയുടെ മുൻകാല ആസൂത്രണ കമ്മീഷൻ അധ്യക്ഷന്മാർ മാത്രം അടങ്ങുന്ന സെറ്റ് അഥവാ സെറ്റുകൾ തിരിച്ചറിയുക. ഇന്ത്യയുടെ മുൻകാല ആസൂത്രണ കമ്മീഷൻ അധ്യക്ഷന്മാർ മാത്രം അടങ്ങുന്ന സെറ്റ് അല്ലെങ്കിൽ സെറ്റുകൾ തിരിച്ചറിയുക. 1. CM ത്രിവേദി, DR ഗാഡ്ഗിൽ, C രംഗരാജൻ. 2. ഗുൽസാരിലാൽ നന്ദ, പ്രണബ് മുഖർജി, മാധവ് സിംഗ് സോളങ്കി. 3. ജവന്ത് സിംഗ്, KC പന്ത്, മൊണ്ടക് സിംഗ് അലുവാലിയ. 4. YV റെഡ്ഡി, PV നരസിംഹറാവു, മൻമോഹൻ സിംഗ്. ഉത്തരം 2ഉം 3ഉം. നാഷണൽ അക്കാദമി ഓഫ് ഡയറക്റ്റ് ടാക്സ് സ്ഥിതി ചെയ്യുന്നത്? നാഷണൽ അക്കാദമി ഓഫ് ഡയറക്റ്റ് ടാക്സ് സ്ഥിതി ചെയ്യുന്നത് നാഗ്പൂർ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1934 ആമുഖം അനുസരിച്ച് RBIയുടെ വ്യക്തമായ ചുമതലകൾ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1934 ആമുഖം അനുസരിച്ച് RBIയുടെ വ്യക്തമായ ചുമതലകൾ. 1. ബാങ്ക് നോട്ടുകളുടെ ഇഷ്യൂ നിയന്ത്രിക്കുക. 2. കരുതൽ സൂക്ഷിക്കൽ. 3. പണസ്ഥിരത. 4. ഡെപ്പോസിറ്റുകളുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നു. 5. കറൻസിയും ക്രെഡിറ്റ് സിസ്റ്റവും പ്രവർത്തിപ്പിക്കുക. ഉത്തരം 1, 2, 3, 5. ഇന്ത്യയിലെ പ്രധാന ഫിനാൻഷ്യൽ റെഗുലേറ്ററി ബോഡികളെ തിരിച്ചറിയുക. ഇന്ത്യയിലെ പ്രധാന ഫിനാൻഷ്യൽ റെഗുലേറ്ററി ബോഡികളെ തിരിച്ചറിയുക. 1. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBI. 2. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ SEBI. 3. നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് NABARD. 4. ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ IRDAI. 5. അസോസിയേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് AMF. ഉത്തരം ഇവയെല്ലാം. 1963 പഞ്ചസാരയുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അഥവാ ജോലികൾ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കൃഷി വകുപ്പിൽ നിന്ന് ഭക്ഷ്യവകുപ്പിലേക്ക് മാറ്റി. 1963 പഞ്ചസാരയുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ജോലികൾ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കൃഷി വകുപ്പിൽ നിന്ന്
ഭക്ഷ്യവകുപ്പിലേക്ക് മാറ്റി. അവ: 1. ഷുഗർ കെയിൻ ബ്രീഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് കോയമ്പത്തൂർ. 2. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഷുഗർ കെയിൻ റിസർച്ച് ലക്നൗ. 3. ഇന്ത്യൻ സെൻട്രൽ ഷുഗർ കെയിൻ കമ്മിറ്റി ന്യൂഡൽഹി. 4. ഇന്ത്യൻ കരിമ്പ് ഗവേഷണ സ്ഥാപനം പൂനെ. ഉത്തരം 1, 2, 3. 48ാമത് GST കൗൺസിൽ പ്രകാരം മോട്ടോർ കാറുകൾക്ക് SUV 1500 cc നീളം 4 മീറ്ററും ഗ്രൗണ്ട് ക്ലിയറൻസ് 170 mm തുല്യമോ അതിൽ കൂടുതലോ ആണെങ്കിൽ സെസ് നിരക്ക്. 48ാമത് GST കൗൺസിൽ പ്രകാരം മോട്ടോർ കാറുകൾക്ക് SUV 1500 cc നീളം 4 മീറ്ററും ഗ്രൗണ്ട് ക്ലിയറൻസ് 170 mm തുല്യമോ അതിൽ കൂടുതലോ ആണെങ്കിൽ സെസ് നിരക്ക് 22%. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 12 പ്രകാരം സ്റ്റേറ്റ് എന്ന പദത്തിൻ്റെ അർത്ഥത്തിൽ താഴെ പറയുന്നവയിൽ ഏതാണ് വരുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 12 പ്രകാരം സ്റ്റേറ്റ് എന്ന പദത്തിൻ്റെ അർത്ഥത്തിൽ താഴെ പറയുന്നവയിൽ ഏതാണ് വരുന്നത്? 1. ഇന്ത്യൻ സർക്കാരും പാർലമെൻറ്റും സംസ്ഥാന സർക്കാരും നിയമസഭയും. 2. ഇന്ത്യൻ സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള എല്ലാ പ്രാദേശിക അധികാരികളും. 3. പൊതു കോർപ്പറേഷനുകൾ ഉൾപ്പെടെ എല്ലാ പൊതു അധികാരികളും. 4. സ്വയംഭരണ സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും. 5. തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളും ഉദ്യോഗസ്ഥരും. ഉത്തരം മുകളിൽ പറഞ്ഞവയെല്ലാം. 2016 ഭരണഘടനയുടെ 101ാം ഭേദഗതി നിയമം ഡാഷ് കൈകാര്യം ചെയ്യുന്നു. 2016 ഭരണഘടനയുടെ 101ാം ഭേദഗതി നിയമം ഡാഷ് കൈകാര്യം ചെയ്യുന്നു. 1. ചരക്ക് സേവന നികുതി ബിൽ. 2. മന്ത്രിസഭാ അംഗങ്ങളുടെ 15% ലെജിസ്ലേറ്റീവ് അംഗങ്ങളുടെ വലിപ്പം പരിമിതപ്പെടുത്തുക. 3. പട്ടികജാതികൾക്കും പട്ടികവർഗക്കാർക്കുമുള്ള ദേശീയ കമ്മീഷനെ വിഭജിക്കുക. 4. സർക്കാർ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മറ്റ് പിന്നാക്ക വിഭാഗങ്ങൾക്ക് സംവരണത്തിനുള്ള വ്യവസ്ഥ. ഉത്തരം 1 മാത്രം. ഇന്ത്യയിലെ നിയുക്ത ശ്രേഷ്ഠ ഭാഷകളുടെ ശരിയായ ലിസ്റ്റ് തിരിച്ചറിയുക. ഇന്ത്യയിലെ നിയുക്ത ശ്രേഷ്ഠ ഭാഷകളുടെ ശരിയായ ലിസ്റ്റ് തിരിച്ചറിയുക. ഉത്തരം തമിഴ്, സംസ്കൃതം, തെലുങ്ക്, കന്നഡ, മലയാളം, ഒറിയ. മന്ത്രിസഭയുടെ പ്രവർത്തനങ്ങൾ ഇങ്ങനെ സംഗ്രഹിക്കാം. മന്ത്രിസഭയുടെ പ്രവർത്തനങ്ങൾ ഇങ്ങനെ സംഗ്രഹിക്കാം. 1. പാർലമെന്റിൽ സമർപ്പിക്കേണ്ട നയത്തിൻ്റെ അന്തിമ നിർണയം. 2. പാർലമെന്റ് നിർദ്ദേശിച്ച നയത്തിന് അനുസൃതമായി ദേശീയ എക്സിക്യൂട്ടീവിൻ്റെ പരമോന്നത നിയന്ത്രണം. 3. നിരവധി വകുപ്പുകളുടെ താൽപ്പര്യങ്ങളുടെ തുടർച്ചയായ ഏകോപനവും പരിമിതികളും. 4. പാർലമെന്റിൽ അച്ചടക്കം പാലിക്കുക. ഉത്തരം 1, 2, 3 മാത്രം. താഴെ പറയുന്നവയിൽ ഏതാണ് ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ പ്രവർത്തനമല്ലാത്തത്? താഴെ പറയുന്നവയിൽ ഏതാണ് ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ പ്രവർത്തനമല്ലാത്തത്? 1. ഭരണഘടനയും മറ്റു നിയമങ്ങളും അനുശാസിക്കുന്ന സുരക്ഷാ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കുന്നതും നിരീക്ഷിക്കുന്നതും. 2. ജനങ്ങളുടെ അവകാശങ്ങൾ ഹനിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രത്യേക പരാതികൾ അന്വേഷിക്കുക. 3. വാർഷിക റിപ്പോർട്ടുകൾ തയ്യാറാക്കി രാഷ്ട്രപതിക്ക് സമർപ്പിക്കുക. 4.
സാമൂഹിക സാമ്പത്തിക വികസനത്തിൻ്റെ ആസൂത്രണ പ്രക്രിയയിൽ പങ്കെടുക്കുകയും ഉപദേശിക്കുകയും ചെയ്യുക. ഉത്തരം മുകളിൽ പറഞ്ഞവ ഒന്നുമല്ല. ഇന്ത്യയുടെ 74ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിലെ മുഖ്യ അതിഥി. ഇന്ത്യയുടെ 74ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിലെ മുഖ്യ അതിഥി മിസ്റ്റർ അബ്ദൽ ഫത്താഹ് എൽ സിസി, ഈജിപ്തിലെ പ്രസിഡന്റ്. താഴെ പറയുന്നവയിൽ ഒന്ന് ശരിയല്ല. ഇതിൽ ഏതാണ്? താഴെ പറയുന്നവയിൽ ഒന്ന് ശരിയല്ല. ഇതിൽ ഏതാണ്? ഉത്തരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടത്തുന്നത് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയായത്? അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയായത്? 1. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 323A. 2. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ നിയമം 1985 പാസാക്കി. 3. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൻ്റെ ആദ്യ ചെയർമാനായിരുന്നു ശ്രീ എൻ രാധാകൃഷ്ണൻ നായർ. 4. ട്രൈബ്യൂണലിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് തലവനാണ് രജിസ്ട്രാർ. ഉത്തരം 1, 2, 4 ശരിയാണ്. സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം 2022 ലഭിച്ചത്. സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം 2022 ലഭിച്ചത് ആനി എർനാക്സ്. താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയല്ലാത്തത്? താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയല്ലാത്തത്? എ. പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു അനിമൽസ് PCA നിയമം 1961. ബി. ആനിമൽ വെൽഫെയർ ബോർഡ് 1962. സി. ദ പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു ഡ്രാഫ്റ്റ് ആൻഡ് പാക്ക് അനിമൽ റൂൾസ് 1965. ഡി. ദ പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു അനിമൽസ് റൂൾസ് 1965. ഉത്തരം ഓപ്ഷൻ എ. താഴെ പറയുന്നവയിൽ ഭരണഘടനാ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്? താഴെ പറയുന്നവയിൽ ഭരണഘടനാ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്? 1. CAG. 2. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. 3. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. 4. ധനകാര്യ കമ്മീഷൻ. ഉത്തരം 1, 2, 4. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയായത്? താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയായത്? 1. എൽഡർ ലൈൻ 145667. 2. ശ്രേഷ്ഠം പദ്ധതി ഭിന്നശേഷിയുള്ളവർ. 3. മന്ദഹാസം മുതിർന്ന പൗരന്മാർ. 4. കാവൽ ട്രാൻസ്ജെൻഡർ. ഉത്തരം 1, 2, 3. ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്ന സമയത്ത് സ്ത്രീകളിൽ എന്ത് ഹോർമോൺ മാറ്റങ്ങൾ സംഭവിക്കുന്നു? ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്ന സമയത്ത് സ്ത്രീകളിൽ എന്ത് ഹോർമോൺ മാറ്റങ്ങൾ സംഭവിക്കുന്നു? 1. ഈസ്ട്രജന്റെയും പ്രോജസ്ട്രോണിന്റെയും സന്തുലിതാവസ്ഥയിലെ മാറ്റമാണ് പ്രസവത്തിന് തൊട്ടുമുമ്പുള്ള പ്രധാന മാറ്റം. ഈസ്ട്രജൻ ഗർഭാശയ പേശികളുടെ സങ്കോചങ്ങളെ ഉത്തേജിപ്പിക്കുന്നു. പ്രോജസ്ട്രോൺ പേശികളുടെ സങ്കോചത്തെ തടയുന്നു. 2. പ്രോജസ്ട്രോണിന്റെയും ഈസ്ട്രജന്റെയും സന്തുലിതാവസ്ഥയിലെ മാറ്റമാണ് പ്രസവത്തിന് തൊട്ടുമുമ്പുള്ള പ്രധാന മാറ്റം. പ്രോജസ്ട്രോൺ ഗർഭാശയ പേശികളുടെ സങ്കോചങ്ങളെ ഉത്തേജിപ്പിക്കുന്നു. ഈസ്ട്രജൻ പേശികളുടെ സങ്കോചത്തെ തടയുന്നു. 3. പിൻഭാഗത്തെ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിൽ നിന്നും പുറത്തുവിടുന്ന ഓക്സിറ്റോസിൻ സെർവിക്സിലെ റിസപ്റ്ററുകൾ വഴി ഹൈപ്പോതലാമസിനെ ഉത്തേജിപ്പിക്കുന്നതിൻ്റെ ഫലമായി പുറത്തുവിടുന്ന വളരെ ശക്തമായ ഗർഭാശയ പേശി ഉത്തേജകമാണ്. 4.
അണ്ഡാശയവും മറുപിള്ളയും സ്രവിക്കുന്ന റിലാക്സിൻ പെൽവിസിൻ്റെ അസ്ഥികൾ തമ്മിലുള്ള ബന്ധം അയവ് വരുത്തുന്നു. അതുവഴി നവജാത ശിശുവിന് എളുപ്പത്തിൽ പുറത്തു കടക്കുന്നതിന് ജനന കനാൽ വലുതാകുന്നു. ഉത്തരം 1, 3, 4. മനുഷ്യന് ആവശ്യമായ കൊഴുപ്പ് ലയിക്കുന്ന വിറ്റാമിനുകൾ താഴെ പറയുന്നവയാണ്. കോളം 1 വിറ്റാമിനുകളുമായി അതിൻ്റെ കുറവുള്ള ലക്ഷണവും. കോളം 2 ഉറവിടങ്ങൾ. കോളം 3 ഇവ ചേരുംപടി ചേർക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 1, 4, 4, 2, 3, 3, 3, 2, 2, 4, 1, 1. ഉയർന്ന സംവേദനക്ഷമതയുള്ള സി റിയാക്റ്റീവ് പ്രോട്ടീൻ അമിതവണ്ണമുള്ള കുട്ടികളിലും കൗമാരക്കാരിലും ഹൃദയസംബന്ധമായ അപകട സാധ്യതയുടെ ഒരു നല്ല അടയാളമാണ്. CRPയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന എന്താണ്? 1. കരൾ സമന്വയിപ്പിച്ച പെൻഡമെറിക് പ്രോട്ടീനാണ് CRP. റൂമറ്റോയിഡ് ആർത്രറ്റിക്സ് പോലുള്ള വിട്ടുമാറാത്ത കോശജ്വലന അവസ്ഥകളിൽ അതിൻ്റെ സ്ഥിരമായ ഉയർന്ന അളവ് കാണാം. 2. വിദേശ രോഗകാരികളെയും കേടായ കോശങ്ങളെയും തിരിച്ചറിയുന്നതും നീക്കം ചെയ്യുന്നതിലും CRP ഒരു പങ്ക് വഹിക്കുന്നു. 3. പേശികളിൽ നിന്നും പ്രോട്ടീനിൽ നിന്നുമുള്ള ക്രിയേറ്റിൻ ഫോസ്ഫേറ്റിൻ്റെ ഒരു തകർച്ച ഉൽപ്പന്നമാണ് CRP പരിണാമം. ഇത് ശരീരം സ്ഥിരമായ നിരക്കിൽ പുറത്തുവിടുന്നു. 4. ആരോഗ്യമുള്ള ശരീരത്തിൽ വൃക്കകൾ CRPയെ രക്തത്തിൽ നിന്ന് ഫിൽറ്റർ ചെയ്യുകയും മൂത്രത്തിലൂടെ പുറന്തള്ളുകയും ചെയ്യുന്നു. ഉത്തരം 1, 2. ലോകാരോഗ്യ സംഘടന 2022 ജൂലൈയിൽ ഏത് വൈറൽ രോഗമാണ് അന്താരാഷ്ട്ര ആശങ്കയുടെ പൊതുജനാരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്? ലോകാരോഗ്യ സംഘടന 2022 ജൂലൈയിൽ ഏത് വൈറൽ രോഗമാണ് അന്താരാഷ്ട്ര ആശങ്കയുടെ പൊതുജനാരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്? മങ്കി പോക്സ്. താഴെ പറയുന്നവയിൽ ഏതാണ് അടിസ്ഥാന അളവ് അല്ലാത്തത്? താഴെ പറയുന്നവയിൽ ഏതാണ് അടിസ്ഥാന അളവ് അല്ലാത്തത്? ഭാരം. തെർമോമീറ്ററിൻ്റെ കാലിബ്രേഷനുള്ള സ്റ്റാൻഡേർഡ് ഫിക്സഡ് പോയിന്റ് താഴെ പറയുന്നവയിൽ ഏതാണ്? തെർമോമീറ്ററിൻ്റെ കാലിബ്രേഷനുള്ള സ്റ്റാൻഡേർഡ് ഫിക്സഡ് പോയിന്റ് താഴെ പറയുന്നവയിൽ ഏതാണ്? 273.16 K. നേർത്ത ഓയിൽ ഫിലിമിലെ നിറങ്ങൾക്ക് കാരണം. നേർത്ത ഓയിൽ ഫിലിമിലെ നിറങ്ങൾക്ക് കാരണം. ഇടപെടൽ. എപ്പോഴാണ് ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത്? എപ്പോഴാണ് ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത്? 2008. അലുമിനിയം ലോഹം നീരാവിയുമായി പ്രതിപ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയാണ്? അലുമിനിയം ലോഹം നീരാവിയുമായി പ്രതിപ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയാണ്? അലുമിനിയവും ഓക്സിജനും. താഴെ പറയുന്നവയിൽ ഏതാണ് കാർബണിൻ്റെ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ്? താഴെ പറയുന്നവയിൽ ഏതാണ് കാർബണിൻ്റെ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ്? 14 കാർബൺ. താഴെ പറയുന്നവയിൽ ഏത് സാഹചര്യത്തിലാണ് വാതകങ്ങൾ ചാൾസിൻ്റെ നിയമം അനുസരിക്കുന്നത്? താഴെ പറയുന്നവയിൽ ഏത് സാഹചര്യത്തിലാണ് വാതകങ്ങൾ ചാൾസിൻ്റെ നിയമം അനുസരിക്കുന്നത്? താഴ്ന്ന മർദ്ദവും താഴ്ന്ന താപനിലയും. താഴെ പറയുന്ന സ്പീസിസിൽ ഏതാണ് ലൂയിസ് ആസിഡായി പ്രവർത്തിക്കുന്നത്?
താഴെ പറയുന്ന സ്പീസിസിൽ ഏതാണ് ലൂയിസ് ആസിഡായി പ്രവർത്തിക്കുന്നത്? AlCl3. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? കണ്ണൂർ. മുച്ചിലോട്ട് ഭഗവതി ഏത് അനുഷ്ഠാന കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മുച്ചിലോട്ട് ഭഗവതി ഏത് അനുഷ്ഠാന കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തെയ്യം. GV രാജയുടെ മുഴുവൻ പേര്? GV രാജയുടെ മുഴുവൻ പേര്? ഗോദവർമ്മ രാജ. താഴെ പറയുന്നവയിൽ ഏതാണ് ONV കുറുപ്പിന്റെ കൃതികൾ അല്ലാത്തത്? താഴെ പറയുന്നവയിൽ ഏതാണ് ONV കുറുപ്പിന്റെ കൃതികൾ അല്ലാത്തത്? 1. അക്ഷരം. 2. നൃത്തശാല. 3. മൃഗയ. 4. പേട്ടോടം. ഉത്തരം 2ഉം 4ഉം. പൊയ്കയിൽ യോഹന്നാൻ സ്ഥാപിച്ച പ്രസ്ഥാനത്തിന്റെ പേരെന്താണ്? പൊയ്കയിൽ യോഹന്നാൻ സ്ഥാപിച്ച പ്രസ്ഥാനത്തിന്റെ പേരെന്താണ്? പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. കിഫ്ബിയുടെ പൂർണ്ണരൂപം എന്താണ്? കിഫ്ബിയുടെ പൂർണ്ണരൂപം എന്താണ്? കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ്. എപ്പോഴാണ് ലതാ മങ്കേഷ്കർ മരിച്ചത്? എപ്പോഴാണ് ലതാ മങ്കേഷ്കർ മരിച്ചത്? ഫെബ്രുവരി 6, 2022. താഴെ പറയുന്ന നെറ്റ്വർക്ക് ഉപകരണങ്ങളുടെ പട്ടികയിൽ ഏതാണ് ഇന്റലിജന്റ് ഉപകരണങ്ങളായി കണക്കാക്കുന്നത്? താഴെ പറയുന്ന നെറ്റ്വർക്ക് ഉപകരണങ്ങളുടെ പട്ടികയിൽ ഏതാണ് ഇന്റലിജന്റ് ഉപകരണങ്ങളായി കണക്കാക്കുന്നത്? 1. റിപ്പീറ്റർ. 2. ഹബ്. 3. സ്വിച്ച്. 4. റൂട്ടർ. ഉത്തരം 3ഉം 4ഉം. താഴെ പറയുന്നവയിൽ ഏത് ഫയൽ സിസ്റ്റമാണ് കോപ്പി ഓൺ റൈറ്റ് ടെക്നിക്കിനെ അടിസ്ഥാനമാക്കിയുള്ളത്? താഴെ പറയുന്നവയിൽ ഏത് ഫയൽ സിസ്റ്റമാണ് കോപ്പി ഓൺ റൈറ്റ് ടെക്നിക്കിനെ അടിസ്ഥാനമാക്കിയുള്ളത്? BTRFS. പ്രസ്താവന 1. കാഷെ മെമ്മറി മെമ്മറി രജിസ്റ്ററുകളേക്കാൾ വേഗതയുള്ളതാണ്. പ്രസ്താവന 2. പ്രാഥമിക മെമ്മറി അസ്ഥിരമല്ലാത്ത മെമ്മറിയാണ്. ഉത്തരം 2 പ്രസ്താവനകളും തെറ്റാണ്. റിയലിസ്റ്റിക് മുഖഭാവങ്ങളുള്ള ലോകത്തിലെ ആദ്യത്തെ ഹ്യൂമനോയിഡ് റോബോട്ട് ഏതാണ്? റിയലിസ്റ്റിക് മുഖഭാവങ്ങളുള്ള ലോകത്തിലെ ആദ്യത്തെ ഹ്യൂമനോയിഡ് റോബോട്ട് ഏതാണ്? അമേക്ക. വെർച്വൽ പേഴ്സണൽ അസിസ്റ്റന്റ് കോർട്ടാന വികസിപ്പിച്ചെടുത്തത്? വെർച്വൽ പേഴ്സണൽ അസിസ്റ്റന്റ് കോർട്ടാന വികസിപ്പിച്ചെടുത്തത്? മൈക്രോസോഫ്റ്റ്. കോത്താരി കമ്മീഷൻ റിപ്പോർട്ട് ഡാഷ് എന്നായിരുന്നു? കോത്താരി കമ്മീഷൻ റിപ്പോർട്ട് ഡാഷ് എന്നായിരുന്നു? വിദ്യാഭ്യാസവും ദേശീയ വികസനവും. സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ 1952 ശുപാർശ ചെയ്ത സെക്കൻഡറി വിദ്യാഭ്യാസത്തിന്റെ പുതിയ സംഘടനാ പാറ്റേണിൽ ഡാഷ് ഉൾപ്പെടുന്നു? 1. സെക്കൻഡറി വിദ്യാഭ്യാസം 7 വർഷം ആയിരിക്കണം. 2. സെക്കൻഡറി വിദ്യാഭ്യാസം 11 മുതൽ 17 വയസ്സുവരെയുള്ള കുട്ടികൾക്കായിരിക്കണം. 3. സെക്കൻഡറി വിദ്യാഭ്യാസം ഇന്റർമീഡിയറ്റ് കോളേജ് അവസാനിപ്പിച്ച് 11ാം ക്ലാസ് സെക്കൻഡറി സ്കൂളുകളുമായും 12ാം ക്ലാസ് BAയുമായി ലയിപ്പിക്കാൻ നിർദ്ദേശിച്ചു. 4. ഡിഗ്രി കോഴ്സ് 3 വർഷം ആയിരിക്കണം. ഉത്തരം മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. താഴെ പറയുന്നവയിൽ ഏതനുസരിച്ചാണ് 1 മുതൽ 10 വരെ ക്ലാസുകളിൽ ഗണിതം നിർബന്ധമാക്കിയത്?
താഴെ പറയുന്നവയിൽ ഏതനുസരിച്ചാണ് 1 മുതൽ 10 വരെ ക്ലാസുകളിൽ ഗണിതം നിർബന്ധമാക്കിയത്? ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ 1964. ദേശീയ വിജ്ഞാന കമ്മീഷൻ 2005 പ്രധാന ശുപാർശകളിൽ ഒന്ന് 1500 സർവകലാശാലകൾ സ്ഥാപിക്കുക എന്നതായിരുന്നു. ഇത് ഡാഷ് എന്നുള്ളതിനായിരുന്നു. ദേശീയ വിജ്ഞാന കമ്മീഷൻ 2005 പ്രധാന ശുപാർശകളിൽ ഒന്ന് 1500 സർവകലാശാലകൾ സ്ഥാപിക്കുക എന്നതായിരുന്നു. ഇത് ഡാഷ് എന്നുള്ളതിനായിരുന്നു. ഉന്നത വിദ്യാഭ്യാസത്തിൽ വിദ്യാർത്ഥികളുടെ പ്രവേശനം വർദ്ധിക്കുന്നത് ഉറപ്പാക്കുക. ദേശീയ വിദ്യാഭ്യാസ നയം 2020 പശ്ചാത്തലത്തിൽ മൂല്യനിർണ്ണയം സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ദേശീയ വിദ്യാഭ്യാസ നയം 2020 പശ്ചാത്തലത്തിൽ മൂല്യനിർണ്ണയം സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? പോർട്ട്ഫോളിയോകളും റബ്രിക്സുകളും ഉൾപ്പെടെയുള്ള വിവിധ രീതികൾ ഉപയോഗിച്ച് വിദ്യാർത്ഥികളുടെ സമഗ്രമായ വിലയിരുത്തൽ നിർദ്ദേശിക്കുന്നു. ഏത് വിദ്യാഭ്യാസ കമ്മീഷനാണ് സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകിയത്? സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും വിദ്യാഭ്യാസത്തിന് പൊതുവായ അനേകം ഘടകങ്ങൾ ഉണ്ടായിരിക്കണം. എന്നാൽ പൊതുവായി ഇന്നത്തെ പോലെ എല്ലാ കാര്യങ്ങളിലും ഒരുപോലെ ആയിരിക്കരുത്. ഏത് വിദ്യാഭ്യാസ കമ്മീഷനാണ് സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകിയത്? സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും വിദ്യാഭ്യാസത്തിന് പൊതുവായ അനേകം ഘടകങ്ങൾ ഉണ്ടായിരിക്കണം. എന്നാൽ പൊതുവായി ഇന്നത്തെ പോലെ എല്ലാ കാര്യങ്ങളിലും ഒരുപോലെ ആയിരിക്കരുത്. രാധാകൃഷ്ണൻ കമ്മീഷൻ 1952 സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ ശുപാർശയിൽ താഴെ പറയുന്നവയിൽ ഏതാണ് ഏറ്റവും കുറഞ്ഞ പ്രാധാന്യം ലഭിച്ചത്? 1952 സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ ശുപാർശയിൽ താഴെ പറയുന്നവയിൽ ഏതാണ് ഏറ്റവും കുറഞ്ഞ പ്രാധാന്യം ലഭിച്ചത്? സ്ത്രീ വിദ്യാഭ്യാസം. താഴെ പറയുന്നവയിൽ കോത്താരി കമ്മീഷന്റെ ശുപാർശ അല്ലാത്തത് ഏതാണ്? താഴെ പറയുന്നവയിൽ കോത്താരി കമ്മീഷന്റെ ശുപാർശ അല്ലാത്തത് ഏതാണ്? പഠനത്തിന്റെ ഏറ്റവും കുറഞ്ഞ തലങ്ങൾ. വിദ്യാഭ്യാസത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നായി സാമൂഹികവും ദേശീയവുമായ ഏകീകരണം ശക്തിപ്പെടുത്തുന്നത് ഏത് കമ്മീഷൻ അംഗീകരിച്ചു? വിദ്യാഭ്യാസത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നായി സാമൂഹികവും ദേശീയവുമായ ഏകീകരണം ശക്തിപ്പെടുത്തുന്നത് ഏത് കമ്മീഷൻ അംഗീകരിച്ചു? എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ 1964-66. രാധാകൃഷ്ണൻ കമ്മീഷൻ അനുസരിച്ച് ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യത്തിൽ ഡാഷ് ഉൾപ്പെടുന്നില്ല. രാധാകൃഷ്ണൻ കമ്മീഷൻ അനുസരിച്ച് ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യത്തിൽ ഡാഷ് ഉൾപ്പെടുന്നില്ല. സെക്കൻഡറി വിദ്യാഭ്യാസം പരിഷ്കരിക്കുന്നതിന്. 1944-1945 സാർജന്റ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ച യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മിറ്റിയുടെ കീഴിൽ വരുന്ന 3 സർവകലാശാലകൾ ഏതാണ്? 1944-1945 സാർജന്റ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ച യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മിറ്റിയുടെ കീഴിൽ വരുന്ന 3 സർവകലാശാലകൾ ഏതാണ്? അലിഗഡ്, ബനാറസ് ഹിന്ദു, ഡൽഹി കേന്ദ്ര സർവകലാശാലകൾ. സ്കൂൾ ബാഗുകളുടെ ഭാരം കുറയ്ക്കുന്നതിനുള്ള ശുപാർശ ഡാഷ് ആണ് നൽകിയത്? സ്കൂൾ ബാഗുകളുടെ ഭാരം കുറയ്ക്കുന്നതിനുള്ള ശുപാർശ ഡാഷ് ആണ് നൽകിയത്? യശ്പാൽ കമ്മിറ്റി. താഴെ നൽകിയിരിക്കുന്നത് 2 പ്രസ്താവനകളാണ്. പ്രസ്താവന 1. ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം നിയന്ത്രിക്കുന്നതിനായി ഇന്ത്യൻ പാർലമെന്റിന്റെ നിയമപ്രകാരം UGC സ്ഥാപിച്ചു. പ്രസ്താവന 2.
UGC ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസത്തിൻ്റെ ഏകോപനത്തിനും നിർണയത്തിനും നിലവാരം പുലർത്തുന്നതിനുമായി UGC സ്ഥാപിതമായത്. താഴെ പറയുന്നവയിൽ നിന്ന് ഏറ്റവും ഉചിതമായ ഉത്തരം കണ്ടെത്തുക. ഉത്തരം പ്രസ്താവന 1ഉം പ്രസ്താവന 2ഉം ശരിയാണ്. അധ്യാപകർക്ക് പൊതുവായ മാർഗനിർദ്ദേശക തത്വങ്ങൾ വികസിപ്പിക്കുന്ന പുതിയ വിദ്യാഭ്യാസ നയം 2020 നിർദ്ദേശിച്ച പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ് സെറ്റിംഗ് ബോഡി ഏതാണ്? അധ്യാപകർക്ക് പൊതുവായ മാർഗനിർദ്ദേശക തത്വങ്ങൾ വികസിപ്പിക്കുന്ന പുതിയ വിദ്യാഭ്യാസ നയം 2020 നിർദ്ദേശിച്ച പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ് സെറ്റിംഗ് ബോഡി ഏതാണ്? നാഷണൽ പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ് ഫോർ ടീച്ചേഴ്സ് NPST. 2020 പുതിയ വിദ്യാഭ്യാസ നയത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രധാന പരിഷ്കാരങ്ങൾ ഏതാണ്? 2020 പുതിയ വിദ്യാഭ്യാസ നയത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രധാന പരിഷ്കാരങ്ങൾ ഏതാണ്? 1. സ്റ്റേറ്റ് സ്കൂൾ സ്റ്റാൻഡേർഡ് അതോറിറ്റി സ്ഥാപിക്കൽ. 2. പുതിയ പാഠപദ്ധതിയും പെഡഗോഗിക്കൽ ഘടനയും. 3. തുല്യവും ഉൾക്കൊള്ളുന്നതുമായ വിദ്യാഭ്യാസം സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് പ്രത്യേക ഊന്നൽ നൽകുന്നു. 4. പ്രീ പ്രൈമറി സ്കൂൾ മുതൽ ഗ്രേഡ് 12 വരെയുള്ള സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ എല്ലാ തലങ്ങളിലേക്കും സാർവത്രിക പ്രവേശനം ഉറപ്പാക്കുക. ഉത്തരം മുകളിൽ പറഞ്ഞവയെല്ലാം. ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ദേശീയ വിജ്ഞാന കമ്മീഷൻ താഴെ പറയുന്ന 3 വശങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ദേശീയ വിജ്ഞാന കമ്മീഷൻ താഴെ പറയുന്ന 3 വശങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. വിപുലീകരണം, മികവ്, ഉൾപ്പെടുത്തൽ. ഒരു സമാന്തര ശ്രേണിയുടെ 7ാം പദത്തിൻ്റെ 7 മടങ്ങ് അതിൻ്റെ 11ാം പദത്തിൻ്റെ 11 മടങ്ങ് തുല്യമാണെങ്കിൽ അതിൻ്റെ 18ാം പദം ഡാഷ് ആയിരിക്കും. ഒരു സമാന്തര ശ്രേണിയുടെ 7ാം പദത്തിൻ്റെ 7 മടങ്ങ് അതിൻ്റെ 11ാം പദത്തിൻ്റെ 11 മടങ്ങ് തുല്യമാണെങ്കിൽ അതിൻ്റെ 18ാം പദം ഡാഷ് ആയിരിക്കും. 0. നമ്മൾ 4 സംഖ്യകൾ തിരഞ്ഞെടുത്താൽ ആദ്യത്തെ 3ൻ്റെ ശരാശരി 16ഉം അവസാനത്തെ 3ൻ്റെ ശരാശരി 15ഉം ആയിരിക്കും. അവസാന സംഖ്യ 18 ആണെങ്കിൽ ആദ്യ സംഖ്യ ഡാഷ് ആയിരിക്കും. നമ്മൾ 4 സംഖ്യകൾ തിരഞ്ഞെടുത്താൽ ആദ്യത്തെ 3ൻ്റെ ശരാശരി 16ഉം അവസാനത്തെ 3ൻ്റെ ശരാശരി 15ഉം ആയിരിക്കും. അവസാന സംഖ്യ 18 ആണെങ്കിൽ ആദ്യ സംഖ്യ ഡാഷ് ആയിരിക്കും. 21. പ്രതിവർഷം 10% എന്ന നിരക്കിൽ 2 വർഷത്തേക്ക് 12,600 രൂപയുടെ സംയുക്ത പലിശ കണ്ടെത്തുക. പ്രതിവർഷം 10% എന്ന നിരക്കിൽ 2 വർഷത്തേക്ക് 12,600 രൂപയുടെ സംയുക്ത പലിശ കണ്ടെത്തുക. 2646. 90 സെന്റിമീറ്റർ മുതൽ 1.5 മീറ്റർ വരെ അനുപാതം കണ്ടെത്തുക. 90 സെന്റിമീറ്റർ മുതൽ 1.5 മീറ്റർ വരെ അനുപാതം കണ്ടെത്തുക. 3:5. സീത 60 km/മണിക്കൂർ വേഗത്തിൽ 1.5 മണിക്കൂർ കാർ ഓടിക്കുന്നു. അവൾ എത്ര ദൂരം സഞ്ചരിക്കുന്നു? സീത 60 km/മണിക്കൂർ വേഗത്തിൽ 1.5 മണിക്കൂർ കാർ ഓടിക്കുന്നു. അവൾ എത്ര ദൂരം സഞ്ചരിക്കുന്നു? 90 കിലോമീറ്റർ. സംഖ്യാശ്രേണിയിലെ ചോദ്യചിഹ്നത്തിൻ്റെ സ്ഥാനത്ത് എന്തുവരും? സംഖ്യാശ്രേണിയിലെ ചോദ്യചിഹ്നത്തിൻ്റെ സ്ഥാനത്ത് എന്തുവരും? 17, 16, 14, 12, 11, 8, 8 ചോദ്യചിഹ്നം.
ഉത്തരം 4. ഒറ്റയാനെ തിരഞ്ഞെടുക്കുക. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ഒറ്റയാനെ തിരഞ്ഞെടുക്കുക. കുറുക്കൻ. 2005 ഫെബ്രുവരി 8 ചൊവ്വാഴ്ചയായിരുന്നു. 2004 ഫെബ്രുവരി 8 ആഴ്ചയിലെ ദിവസം ഏതാണ്? 2005 ഫെബ്രുവരി 8 ചൊവ്വാഴ്ചയായിരുന്നു. 2004 ഫെബ്രുവരി 8 ആഴ്ചയിലെ ദിവസം ഏതാണ്? ഞായർ. തെക്ക് കിഴക്ക് വടക്കായി മാറുകയാണെങ്കിൽ വടക്ക് കിഴക്ക് പടിഞ്ഞാറായി മാറുന്നു. പടിഞ്ഞാറ് എന്തായിത്തീരും? തെക്ക് കിഴക്ക് വടക്കായി മാറുകയാണെങ്കിൽ വടക്ക് കിഴക്ക് പടിഞ്ഞാറായി മാറുന്നു. പടിഞ്ഞാറ് എന്തായിത്തീരും? തെക്ക് കിഴക്ക്. ഒരു പ്രത്യേക കോഡ് ഭാഷയിൽ ഡെസ്റ്റിനി എന്ന് എഴുതിയിരിക്കുന്നത് WVHGRMB എന്നാണ്. എങ്ങനെയാണ് ആ കോഡിൽ മാത്ത് എന്ന് എഴുതുക? ഒരു പ്രത്യേക കോഡ് ഭാഷയിൽ ഡെസ്റ്റിനി എന്ന് എഴുതിയിരിക്കുന്നത് WVHGRMB എന്നാണ്. എങ്ങനെയാണ് ആ കോഡിൽ മാത്ത് എന്ന് എഴുതുന്നത്? ഉത്തരം NZGS. Select the correct form of tense. Select the correct form of tense. The mayor dashed the place last Sunday. The mayor dashed the place last Sunday. ഉത്തരം visited. The idiom round the corner means. The idiom round the corner means. ഉത്തരം very near. Find out the word with correct spelling. Find out the word with correct spelling. Diarrhea എന്ന വാക്കിൻ്റെ കറക്റ്റ് സ്പെല്ലിംഗ്. ഉത്തരം ഓപ്ഷൻ ഡി. Fill in the blanks with appropriate articles. Fill in the blanks with appropriate articles. Ram went to Dash Park one day and Dash Park had a pond with Dash flowers. Uttaram option C. Ram went to a park one day and the park had a pond with flowers. Add a question tag. It was raining heavily. Add a question tag. Uttaram option A. Wasn't it? It was raining heavily. Wasn't it? A crucifer ballist is a person who designs. A crucifer ballist is a person who designs. ഉത്തരം crossword puzzle. The teacher along with her students dash gone to the museum. The teacher along with her students dash gone to the museum. ഉത്തരം option C has. The teacher along with her students has gone to the museum. She dances gracefully. The word gracefully denotes. She dances gracefully. The word gracefully denotes. Uttaram adverb. Which type of sentence is given below? What a beautiful day. Which type of sentence is given below? What a beautiful day. Uttaram exclamatory. Antonym of the word vivid is. Antonym of the word vivid is. ഉത്തരം vague. അയാൾ പിരിച്ചെഴുതുക. അയാൾ എന്ന വാക്ക് പിരിച്ചെഴുതുക. ഉത്തരം ആ പ്ലസ് ആൾ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏത്? ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏത്? ഉത്തരം ഓപ്ഷൻ ബി
അവൻ ഒരക്ഷരം ഉരിയാടിയില്ല. ചാൾസ് ഡാർവിൻ്റെ ദി ഒറിജിൻ ഓഫ് സ്പീഷ്യസ് ജീവി വർഗങ്ങളുടെ ഉത്ഭവം എന്ന പേരിൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആര്? ചാൾസ് ഡാർവിൻ്റെ ദ ഒറിജിൻ ഓഫ് സ്പീഷ്യസ് ജീവി വർഗങ്ങളുടെ ഉത്ഭവം എന്ന പേരിൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആര്? KR ശിവരാമ പണിക്കർ. താഴെ പറയുന്നവയിൽ സലിംഗ ബഹുവചന രൂപം ഏത്? താഴെ പറയുന്നവയിൽ സലിംഗ ബഹുവചന രൂപം ഏത്? ഉത്തരം പെണ്ണുങ്ങൾ. പുറം പ്ലസ് അടി ചേർത്തെഴുതുക. പുറം പ്ലസ് അടി ചേർത്തെഴുതുക. ഉത്തരം പുറവടി. സൂര്യൻ്റെ പര്യായമല്ലാത്ത പദം ഏത്? സൂര്യൻ്റെ പര്യായമല്ലാത്ത പദം ഏത്? സൂപവർണി. അടിയിൽ വരച്ചിരിക്കുന്ന പദത്തിൻ്റെ വിപരീത പദം തിരഞ്ഞെടുത്ത് എഴുതുക. അടിയിൽ വരച്ചിരിക്കുന്ന പദത്തിൻ്റെ വിപരീത പദം തിരഞ്ഞെടുത്ത് എഴുതുക. തുല്യതയെക്കുറിച്ചുള്ള ആദർശം ജനാധിപത്യത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. തുല്യത എന്ന വാക്കിൻ്റെ വിപരീത പദം. ഉത്തരം അതുല്യം. താഴെ പറയുന്നവയിൽ നിന്ന് ശരിയായ വാക്ക് തിരഞ്ഞെടുക്കുക. താഴെ പറയുന്നവയിൽ നിന്നും ശരിയായ വാക്ക് തിരഞ്ഞെടുക്കുക. അസ്തിത്വം എന്ന വാക്ക് ശരിയായി എങ്ങനെ എഴുതാം? ഉത്തരം ഓപ്ഷൻ എ. അടിയിൽ വരച്ചിരിക്കുന്ന വാക്യങ്ങളുടെ ഒറ്റപ്പദം തിരഞ്ഞെടുത്ത് എഴുതുക. അടിയിൽ വരച്ചിരിക്കുന്ന വാക്യങ്ങളുടെ ഒറ്റപ്പദം തിരഞ്ഞെടുത്ത് എഴുതുക. വ്യാകരണം അറിയാവുന്നവർക്ക് ഈ ഗ്രന്ഥം ശരിയായി മനസ്സിലാക്കാൻ സാധിക്കൂ. വ്യാകരണം അറിയാവുന്നവർ എന്ന വാക്യത്തിൻ്റെ ഒറ്റപ്പദം. വൈയാകരണൻ. അടിയിൽ വരച്ചിരിക്കുന്ന ശൈലിയുടെ ശരിയായ അർത്ഥം തിരഞ്ഞെടുത്ത് എഴുതുക. അടിയിൽ വരച്ചിരിക്കുന്ന ശൈലിയുടെ ശരിയായ അർത്ഥം തിരഞ്ഞെടുത്ത് എഴുതുക. സുഹൃത്തുക്കളിൽ നിന്നും 5-ാം പത്തിക്കാരെ ഒഴിവാക്കുക തന്നെ വേണം. സുഹൃത്തുക്കളിൽ നിന്നും 5-ാം പത്തിക്കാരെ ഒഴിവാക്കുക തന്നെ വേണം. 5-ാം പത്തിക്കാരെ എന്ന് വരുന്ന ശൈലിയുടെ ശരിയായ അർത്ഥം. ഉത്തരം ഒറ്റം കൊടുക്കുന്നവരെ.